വെൽക്കം ടു അമ്മാസ് കിച്ചൺ ഗാർഡൻ. ഇതെൻ്റെ വീടിൻ്റെ ബാക്കിൽ അമ്മയും അമ്മയും കൂടിയിട്ട് റെഡിയാക്കിയിട്ടുള്ള ഒരു ചെറിയൊരു തോട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികളും മുളകുകളും ഒക്കെ ഇവിടുന്നാണ് കിട്ടാറ്. ഈ ഒരു മുളകാണ് മെയിനായിട്ട് ഞാൻ ഇവിടെ കണ്ടിട്ടുള്ളത്. ഇത് ഉപ്പിലിട്ട് വയ്ക്കാനൊക്കെ നല്ലതാണ് കേട്ടോ. പിന്നെ സാധാ പച്ചമുളകുണ്ട്, പിന്നെ നമ്മുടെ ചുവന്ന ചീനി മുളകൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ കൂർക്കയുണ്ട്, കോവൽ നട്ടിട്ടുണ്ട്, പിന്നെ വെണ്ടയ്ക്ക നട്ടിട്ടുണ്ട്, പയർ നട്ടിട്ടുണ്ട്. ഇപ്പോൾ കോവലൊക്കെ മുളച്ച് വരുന്നതേ ഉള്ളൂ. അപ്പം അതൊക്കെ കാണിച്ച് തന്നുകൊണ്ടിരിക്കുകയാണ്. കോവയ്ക്ക കണ്ടില്ല, ചെറുതായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ മൂത്ത് വരണം ഇനി നമുക്ക് കറി വെച്ച് കഴിക്കണമെങ്കിൽ. പിന്നെ കപ്പ നട്ടിട്ടുണ്ട്. കപ്പ ഇന്ന് ഞങ്ങൾ പുഴുങ്ങി മുറിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം തോട്ടത്തിലേക്ക് വന്നത് തന്നെ. പിന്നെ പയറൊക്കെ കണ്ടില്ലേ, മൂത്ത് വരുന്നതേ ഉള്ളൂ. അപ്പോൾ വീട്ടിൽ നിന്ന് നമ്മൾ പച്ചക്കറിയൊക്കെ പറിച്ച് കഴിക്കുന്നതിന് ഒരു പ്രത്യേക ടേസ്റ്റുമാണ്. കൂടാതെ ഈ കീടനാശിനികളൊന്നും തന്നെ അടിക്കാണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളത് കഴിക്കുകയും ചെയ്യാം. പിന്നെ അമ്മ ആണെങ്കിൽ വെട്ടത്തൊക്കെ പിടിച്ച് നിൽക്കുന്നത് കപ്പ മുറിക്കാൻ വന്നതാണ് കേട്ടോ. പിന്നെ ഇഞ്ചി നട്ടിട്ടുണ്ട്. നമ്മുടെ ഈ സൈഡിൽ പിന്നെയും കൂർക്കയുണ്ട്. എൻ്റെ വീട്ടിൽ ഈ ഉണക്കമുളക് നമ്മൾ വാങ്ങണമെന്ന് എനിക്ക് ഓർമ്മയില്ല, കാരണം നമ്മുടെ വീട്ടിലുള്ള മുളക് ഉണക്കി സൂക്ഷിക്കുകയാണ് ചെയ്യാറ്. പിന്നെ ചീരയുണ്ട്, ഈ ഒരു ടൈപ്പ് ചീര നിങ്ങൾ കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ വീട്ടിൽ ആവശ്യത്തിന് കിട്ടുന്ന കുരുമുളകും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇപ്പോൾ അമ്മ നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ കപ്പ വെട്ടാൻ വേണ്ടിയിട്ട് വന്നു. ഈ മുറിച്ച് മാറ്റുന്ന കമ്പ് വീണ്ടും നട്ടിട്ടാണ് നമ്മൾ അടുത്ത തവണയ്ക്കുള്ള കപ്പ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം ഇവിടെയൊക്കെ നന്നായിട്ട് മണ്ണൊക്കെ മാന്തി ഞാനും അമ്മയും കൂടിയിട്ട് പിടിച്ചിട്ടാണ് ഇത് പറിക്കുന്നത്. പറിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെയാണ്, പക്ഷേ നമ്മുടെ വീട്ടിൽ നിന്നുണ്ടാക്കി കഴിക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ. അങ്ങനെ ഇന്ന്